ഞാനേ കുറേ നാളായിട്ട് നമ്മുടെ ഇൻസ്റ്റയിൽ ഒരു റീല് കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ബ്രെഡ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ, ബനാന ബ്രെഡ്. നമുക്കതൊന്ന് ട്രൈ ചെയ്യണം. ആ പുള്ളിക്കാരത്തിയുടെ എക്സ്പ്രഷനൊക്കെ കണ്ടപ്പോൾ അതെന്തായാലും ട്രൈ ചെയ്താലേ നടക്കുള്ളൂ ഒരു ഇതെനിക്ക്. അപ്പോൾ എന്നാൽ പിന്നെ നമുക്കൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനിപ്പോൾ ബട്ടറാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ബട്ടർ നമുക്ക് ബ്രൗൺ ബട്ടറാക്കി എടുക്കണം. അതായത് മെൽറ്റ് ചെയ്തിട്ട് കുറച്ച് ബ്രൗൺ കളർ അങ്ങനെ ആക്കി എടുക്കണം. അതിന് ശേഷം നമ്മൾ പഴമാണ് എടുത്തത്. അപ്പോൾ പഴം നമ്മൾ ഇതേപോലെ എടുക്കുക. എന്നിട്ട് എല്ലാം ഒന്ന് നല്ലപോലെ സ്പൂൺ വെച്ച് ഉടച്ചൊക്കെ കൊടുത്ത് അത് റെഡിയാക്കി വെക്കണം. ആ പുള്ളിക്കാരുടെ എക്സ്പ്രഷനൊക്കെ കണ്ടപ്പോഴേക്കും എനിക്ക് എന്തായാലും ഇത് ഉണ്ടാക്കിയേ മതിയാവുള്ളൂ എന്ന് വിചാരിച്ചുണ്ടാക്കുന്ന ഒരു റെസിപ്പി ആട്ടത്. പിന്നെ ഇനി നമ്മൾ ബട്ടർ ഒഴിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ബട്ടർ കരിഞ്ഞു പോയി എന്ന് വിചാരിക്കും. പക്ഷേ കരിഞ്ഞു പോയിട്ടില്ല. ഇതാണ് അതിൻ്റെ എക്സാക്റ്റ് പാകം. പിന്നെ നമ്മുടെ ക്യാമറയിൽ കാണുമ്പോൾ കുറച്ച് കളർ കുറച്ച് ഡാർക്കായിട്ട് ഇരിക്കണമെന്നേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ അത് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ കാണുമ്പോഴേക്കും നിങ്ങൾക്ക് കറക്റ്റായിട്ടൊന്നും ചിലപ്പോൾ മനസ്സിലാവണം എന്നില്ല. അപ്പോൾ ഇനി ബട്ടറിലേക്ക് നമ്മൾ പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത്. അതൊരു 1/2 കപ്പ് പഞ്ചസാരയാണ് ഇട്ടിട്ടുള്ളത്. അതിട്ടതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വാനില എസൻസ് ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ ഒരു കോഴിമുട്ട ഇതാണ് ആഡ് ചെയ്യുന്നത്. ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷമാണ് നമുക്കിനി നമ്മുടെ പഴം ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത്. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ വിചാരിക്കും ഞാനിതിലാകെ 2-3 ടീസ്പൂണും പിന്നെന്താ ഒരു കപ്പും മാത്രമാണ് യൂസ് ചെയ്യുന്നത് എല്ലാത്തിനും വേണ്ടിയിട്ട്. നമ്മൾ പണ്ടാണ് കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് നമ്മുടെ കയ്യിൽ ഈ സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. വീട്ടിൽ 2 മക്കളുണ്ടെങ്കിൽ പിന്നെ ഇതിനെ പറ്റിയിട്ട് പറയണ്ടല്ലോ. നമ്മുടെ അടുക്കളയിലിരിക്കുന്ന സാധനങ്ങളെല്ലാം അവരുടെ കളി സാധനങ്ങളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കപ്പും എൻ്റെ സ്പൂണും എല്ലാം ഇവരെടുത്തുകൊണ്ടും പോയി എവിടേക്കോ കൊണ്ട് കളഞ്ഞു. അപ്പോൾ ഇനി ഉണ്ടായ കപ്പും ഉണ്ടായ സ്പൂണുകളും വെച്ചിട്ട് മാത്രമാണ് ഞാനിതിൽ അളവ് കാണിക്കുന്നത്. അപ്പം ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് എടുക്കണം. ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മൈദയാണ്, നമ്മുടെ മെയിൻ സാധനം മൈദയാണ്. മൈദയിലേക്ക് നമ്മളൊരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു 1/4 ടീസ്പൂണിൽ താഴെ, അതായത് ഒരു 1/3 ബേക്കിംഗ് സോഡയാണ് ആഡ് ചെയ്തത്. പിന്നെ ഒരു പിഞ്ച് ഉപ്പും നമ്മൾ ഇടുന്നുണ്ട്. പിന്നെ നിങ്ങൾക്കിപ്പം ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും വൈറ്റ് കളറിലുള്ള സ്പൂൺ തന്നെ ആയതുകൊണ്ട് നമുക്ക് ഇത് കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല. അതെത്ര ഉണ്ട് ഏതാണെന്നൊന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽ ആയിട്ട് ഇട്ടേക്കാമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പം സംഭവം സിമ്പിളാണ്. ഈ ബനാന ബ്രെഡ് എന്ന് പറയുന്ന സംഭവം ഭയങ്കര സിമ്പിളാണ്. നമ്മളൊരു 15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, മറ്റേ കേക്ക് പോലെ നമ്മൾ മുട്ട അടിച്ച് പതപ്പിച്ച് അങ്ങനെയൊക്കെ ഭയങ്കര പണിയൊന്നും ഇല്ല ഇതിന്. അപ്പോൾ നമ്മൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്ത് ചെയ്യുക, നേരെ ഇനി നമ്മുടെ മറ്റേ പഴം ആ മിക്സ് ഉണ്ടല്ലോ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചത്, അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ കണ്ട വീഡിയോയിൽ ഇവരെല്ലാം ഇതിൻ്റെ ഡബിളാണ് എടുത്തിരുന്നത്. അപ്പോൾ ഞാനതെല്ലാം ഹാഫ് ആക്കിയിട്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇത് കാണിക്കുന്നത്. ലാസ്റ്റ് ഒരു ഔട്ട്പുട്ട് വന്നപ്പോഴേക്കും നമുക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ പഴത്തിൻ്റെ ടേസ്റ്റ് കുറച്ച് അധികമായിരിക്കും ഇതിന് വരണേ. അപ്പോൾ അതിനേലും നല്ലത് പഴം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 2 എണ്ണം ആക്കാം. ഞാനിവിടെ 3 എണ്ണം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പഴത്തിൻ്റെ ഇതിലേക്ക് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് യോഗേർട്ടും കൂടെ മിക്സ് ചെയ്തു. ഒരു 2 ടേബിൾ സ്പൂൺ മാത്രമാണ് ഞാൻ യോഗേർട്ട് ഇട്ടത്. പിന്നെ നമുക്കൊന്ന് ടേസ്റ്റിന് വേണ്ടിയിട്ടും ഒരു ചോക്ലേറ്റി ബൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടും നമ്മൾ കുറച്ച് ചോക്ലേറ്റ് ചിപ്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ. അപ്പോൾ കാണാനും ഒരു ഭംഗിയായിരിക്കും കട്ട് ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. ചോക്ലേറ്റ് ഇഷ്ടപ്പെടാത്തവരാരായിട്ടുള്ളത് അല്ലേ? ഇത് നമ്മുടെ ബട്ടർ ഒന്ന് നമുക്ക് നമ്മുടെ ഈ ബ്രെഡ് മോൾഡ് ഉണ്ടാവുമല്ലോ, അതിലേക്ക് നമ്മളൊന്ന് ബട്ടർ പുരട്ടിയിട്ട് അതിലേക്ക് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. നമ്മുടെ ഇവിടെ ഓവൻ ഇല്ല. നമുക്ക് ഓവൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിലാണ് നമ്മൾ കേക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതിപ്പം ഗ്യാസ് സ്റ്റോപ്പിൽ ഓൾറെഡി ഒരു 5 മിനിറ്റ് മുന്നേ നമ്മൾ ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ചട്ടി. അതിലേക്കാണ് ഇറക്കി വെച്ചിട്ടുള്ളത്. മുകളിൽ ഇപ്പോൾ ടോപ്പിങ്സ് ആയിട്ട് കുറച്ച് ചോക്ലേറ്റും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഇറക്കി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 40 മിനിറ്റ്സാണ് ഞാനിത് ബേക്ക് ചെയ്യാൻ എടുത്തത്. അപ്പോൾ ഇത് ഓരോരുത്തരുടെ വീട്ടിലെ ഗ്യാസ് നമ്മൾ വെക്കുന്ന അനുസരിച്ച് തീ അനുസരിച്ച് മാറും. അപ്പോൾ മീഡിയം ഫ്ലെയിം എന്ന് പറയുമ്പോൾ ചിലവർ കുറച്ച് കുറവായിരിക്കും വെക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ടൈം എടുക്കും. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക. എന്തായാലും ഇത് ബേക്കായി തുടങ്ങുമ്പോഴേക്കും നമ്മുടെ വീട് മുഴുവൻ നല്ല കേക്കിൻ്റെ സ്മെല്ല് വരും, നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അതെന്തായാലും ശ്രദ്ധിക്കേണ്ടി വരില്ല, നമ്മുടെ മൂക്കിലേക്ക് ഇങ്ങനെ അടിച്ച് കയറും. എന്നിട്ട് നമ്മളൊരു പപ്പടം കുത്തിയോ അല്ലെങ്കിൽ നമ്മുടെ മറ്റേ ടൂത്ത് പിക്ക് പോലത്തെ ആ സംഭവമൊക്കെ ഇല്ലേ, അതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നമ്മൾ കുത്തി നോക്കുക. ഉള്ളിൽ വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് കുത്തി നോക്കണം. വെന്തിട്ടില്ല, അതിലൊന്നും ഒട്ടി പിടിച്ചിട്ടില്ലെങ്കിൽ ഓക്കെ, അത് ടൈം ആയിട്ടുണ്ട്, നമുക്ക് എടുക്കാം. അങ്ങനെ ഞാൻ എടുത്തതാണിത്.
എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് ഇതിലാകെ ഒരിത് തോന്നിയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴത്തിൻ്റെ ടേസ്റ്റ് കുറച്ച് കൂടുതലായിരുന്നു. അപ്പോൾ വേണമെങ്കിൽ ഒരു 2 പഴം ആക്കാമായിരുന്നു എന്നെനിക്ക് തോന്നി. അതുമാത്രമാണ് എനിക്കിതിലൊരു സജഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. പഴമൊക്കെ ഇഷ്ടപ്പെടാത്ത കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുത്താൽ പിള്ളേർ എന്തായാലും കഴിച്ചോളും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പ്രത്യേകിച്ച് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്